എത്തിച്ചു തരാനല്ലേ റബ്ബിനോട് ദുആ ചെയ്യുന്നത്. ഓ യുവാക്കളെ, ആ റമളാനിന് മുമ്പായി ഒന്ന് നന്നാകണം, ജീവിതത്തിൽ വലിയ മാറ്റം വരണോ. ദിക്റുകളാണ് നമ്മെ നന്നാക്കി എടുക്കേണ്ടത്. ഖൽബിന് നല്ല മൂർച്ച കൂട്ടണം. ആ ഖൽബ് ചത്തുപോകാൻ അനുവദിച്ചുകൂടാ. അതിനാണ് അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റുകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ധാരാളം പതിവാക്കണം, എപ്പോഴും അധികരിപ്പിക്കണം. ഓ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, മനസ്സ് നന്നാകാൻ ഉതകുന്ന ഏറ്റവും നല്ല മരുന്നാണ് ദിക്റുകൾ ഇങ്ങനെ അധികരിപ്പിക്കുക. ഗീബത്ത് നിർത്തൽ ചെയ്യുക, ഫിത്ന പറയൽ നിർത്തുക, കള്ളം പറയൽ നിർത്തുക, നമീമത്ത് പറയൽ നിർത്തുക, ഭിന്നിപ്പുണ്ടാക്കുന്നത് നിർത്തുക, ആലിമീങ്ങളെ ചീത്ത പറയുന്നത് നിർത്തുക, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്നത് നിർത്തുക. ധാരാളം ദിക്റുകൾ, അതിലേറ്റവും മഹത്വമുള്ള ദിക്റാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിപ്പോകണം. മെല്ലെ പോയാ പോരാ, നിങ്ങൾ വേഗത്തിൽ അല്ലാഹുവിലേക്ക് എത്തിച്ചേരണം. പിന്നെ എന്ന് നീട്ടിവെക്കാൻ പറ്റൂല. ഇപ്പൊ ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വേഗം പോകാൻ പറ്റിയ സമയമാണ് പരിശുദ്ധ ശഅബാൻ. അതിനുള്ള സമയമാണ് റമളാൻ. ആ അല്ലാഹുവിലേക്ക് വേഗം എത്തുന്നതിന്റെ ഭാഗമാണ് ധാരാളം ദിക്റുകൾ ചൊല്ലുക. അതിലേറ്റവും മഹത്വമുള്ള ദിക്റാണ് അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റുകളെ കൂട്ടത്തിലേറ്റവും മഹത്വമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് വലിയ അധ്വാനം വേണ്ടല്ലോ. ആ ദിക്ർ ഇങ്ങനെ ധാരാളം അധികരിപ്പിക്കുക. കാരണം എന്തേ? അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ഏത് ദിക്റായാലും ഏത് ഇബാദത്തായാലും ഒരു മലക്കിന്റെ വാസിത്തയിലൂടെയാണ് അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്നത്. അതേ സമയത്ത് അമ്മാ ഹാദിഹിൽ കലിമ, ഇപ്പൊ പറഞ്ഞ ഏറ്റവും മഹത്വമുള്ള ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫതസിലു ഇലല്ലാഹി ബിലാ വാസിത്തത്തിൽ മലക്കി, ഒരു മലക്കിന്റെ മധ്യവർത്തിത്വവുമില്ലാതെ പടച്ച റബ്ബിലേക്ക് ഡയറക്റ്റായി എത്തുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. കേട്ടോ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിന്റെ മഹത്വം എന്താണ്? അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, മൻ ഖാലഹാ മർറതൻ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരു തവണ ഒരാൾ ചൊല്ലിയാലോ ഗുഫിറത് ദുനൂബുഹു, അവന്റെ പാപം അല്ലാഹു തആല പുറത്തു കൊടുത്തു. വഇൻ കാനത് മിത്ല സബദിൽ ബഹരി, അത് സമുദ്രത്തിന്റെ തിരമാലകൾക്ക് തുല്യമാണെങ്കിൽ പോലും എത്ര പാപമാണ്, സർവ പാപം അല്ലാഹു തആല പുറത്തു തന്നുപോയി. ആകെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടമാണെന്ന് മഹാന്മാര് പറഞ്ഞത് വെറുതെയാണോ? എങ്കിൽ ചോദിക്കട്ടെ പ്രിയപ്പെട്ട കാരണവന്മാരെ, വാല കേൾക്കുന്ന ഉമ്മമാരെ, ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അതിങ്ങനെ നിത്യമാക്കിയ അവന്റെ ഖൽബ് പ്രകാശിക്കുമെന്ന് പറയേണ്ടതുണ്ടോ? അവൻ ജീവിതത്തിൽ നന്നാകുമെന്ന് പറയേണ്ടതുണ്ടോ? നന്നാകാനൊരുങ്ങിക്കോ. പടച്ച റബ്ബിന്റെ നരകത്തെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞതെന്താണ്? ആ നരകം വല്ലാത്ത അപകടം പിടിച്ചതാണ്. പറയാൻ എളുപ്പമാണ് നരകമെന്നത്. ഓ സുഹൃത്തുക്കളെ, കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, കേൾക്കാൻ എളുപ്പമാണ്, പക്ഷേ അനുഭവിക്കാൻ വലിയ പ്രയാസമാണ് കേട്ടോ.